പശ്ചിമ ബംഗാളിൽ നിന്ന് വാർത്ത വരുന്നു. അവിടെ തെരഞ്ഞെടുപ്പിനിടെ തർക്കമുണ്ടായ ബൂത്തുകളിൽ റീപോളിംഗ് നടത്താനുള്ള തീരുമാനം. മെയ് 2-നകം ഈ റീപോളിംഗ് നടക്കും. 77 പരാതികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, 77 പരാതികളും ശരിയാണ് എന്ന ഒരു നിഗമനത്തിലോട്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? രസ്ന, ഇതുവരെയുള്ള പരിശോധനകളിൽ 22 പരാതികളിലാണ് കഴമ്പുണ്ട് എന്ന് മനസ്സിലായതെന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. 2-ാം തീയതിക്കുള്ളിൽ തന്നെ അവിടെ റീപോളിംഗ് നടത്താനും ആലോചിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം നാളെ തന്നെ ഉണ്ടാകും എന്നതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഇന്നിപ്പോൾ ഫാൾട്ടണിൽ നിന്നാണ് രാവിലെ ഒരു തർക്കം നമ്മൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് മെഷീനിൽ BJPയുടെ ചിഹ്നം മറച്ചുവെച്ചു, ഒരു സ്റ്റിക്കർ കൊണ്ട് മറച്ചുവെച്ചു എന്നതായിരുന്നു ആരോപണം. അമിത് മാളവ്യ അടക്കമുള്ള BJP നേതാക്കൾ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ തർക്കമുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്ന് അറിയിച്ചിരുന്നു. പിന്നാലെയാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ കാര്യത്തിൽ വിശദമായ പരിശോധനകൾ, ഇതുവരെ കിട്ടിയ പരാതികളുടെ എണ്ണമടക്കം, ഓരോ മണ്ഡലത്തിലും എത്ര പരാതികൾ എന്നതടക്കമുള്ള വിശദമായ കണക്ക് അവർ പറയുന്നുണ്ട്. അങ്ങനെ 77 പരാതികളാണ് ആകെ കിട്ടിയത്. അതിലാണ് 22 പ്രാഥമികമായ പരിശോധനയിൽ തന്നെ കഴമ്പുണ്ട് എന്ന കാര്യം മനസ്സിലായിരിക്കുന്നു. അവിടെയായിരിക്കും റീപോളിംഗ്. മറ്റുള്ള തർക്കമുയർന്ന ഇടങ്ങളിലെ പരിശോധനകൾ ഇനി പൂർത്തിയാവേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെ കൂടി റീപോളിംഗ് ഉണ്ടാവും. ഏതായാലും ആദ്യഘട്ടത്തിൽ 93% പോളിംഗ് നടന്ന സമയത്ത് പോലും എവിടെയും റീപോളിംഗ് നടന്നിരുന്നില്ല. പക്ഷേ 2-ാം ഘട്ടത്തിൽ റീപോളിംഗിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. രസ്ന, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.